Hello, welcome to the video. Kannur University 4-year undergraduate program, Ability Enhancement course, Enriching English, Enhancing English എന്നീ ടെക്സ്റ്റുകളുടെ മൊഡ്യൂൾ 2 യൂണിറ്റ് 1 ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിസ് ഇസ് ദ തേർഡ് ക്ലാസ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഐഡൻറ്റിഫൈയിങ് ലിറ്റററി ഡിവൈസസ് എന്ന ഒരു സെക്ഷനാണ്. ദിസ് ഇസ് എ വെരി ഷോർട്ട് സെക്ഷൻ. പക്ഷേ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ളൊരു സാധ്യത ഉണ്ട്. വാട്ട് ആർ ലിറ്റററി ഡിവൈസസ്? വിച്ച് ആർ ദ മേജർ ലിറ്റററി ഡിവൈസസ്? ഹൗ ക്യാൻ വി ഐഡൻറ്റിഫൈ ദീസ് മേജർ ലിറ്റററി ഡിവൈസസ്? ഇതാണ് 3 തരത്തിലുള്ള വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഏതൊക്കെയാണ് ലിറ്റററി ഡിവൈസസ്? ഈ ലിറ്റററി ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്ത് ഡിവൈസാണത്? ലിറ്റററി ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യ സങ്കേതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ലിറ്റററി ഡിവൈസ് എന്ന പദം കേൾക്കുമ്പോൾ നമ്മൾ പൊതുവിൽ ഫോൺ പോലുള്ളൊരു ഡിവൈസ് ആണെന്ന് വിചാരിക്കും. എന്നാൽ ലിറ്റററി ഡിവൈസ് എന്ന് പറയുന്നത് ആക്ച്വലി എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അതായത് നമ്മൾ നമ്മുടെ ഒരു പ്രത്യേക ആശയം, നമ്മുടെ മനസ്സിലുണ്ടായ ഒരു ആശയത്തെ, അല്ലെങ്കിൽ നമ്മൾ കാണുകയോ കേൾക്കുകയോ വായിക്കുകയോ ചെയ്ത ഒരാശയത്തെ വായനക്കാർക്ക് വേണ്ടി അവതരിപ്പിക്കുമ്പോൾ അവർക്ക് കൂടുതൽ തീവ്രമായ അനുഭവമായി ആ വായന മാറുന്നതിന് വേണ്ടിയും തീവ്രമായ അനുഭവമായി നമ്മുടെ മനസ്സിലുള്ള, അല്ലെങ്കിൽ നമ്മൾ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, എന്താണ് ആശയവിനിമയം നടത്തുന്നത്, ആ പ്രത്യേക തീം കൂടുതൽ നല്ല രീതിയിലും തീവ്രമായി അവർക്ക് ഫീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, വ്യക്തത കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അവരെ ഈ പറയുന്ന നമ്മൾ എഴുതിയ കാര്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ മനസ്സിനെ നമ്മുടേതായ ഒരു ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില ടെക്നീക്സ് ആണ് ശരിക്കും ഡിവൈസസ്, ഇവിടെ ലിറ്റററി ഡിവൈസ് എന്നൊക്കെ സൂചിപ്പിക്കുന്നത്. മലയാള തർജ്ജമയായിട്ട് നമുക്ക് സാഹിത്യ സങ്കേതങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ സാഹിത്യ ഉപകരണങ്ങളെന്നും പറയാം. അപ്പോൾ ലിറ്റററി ഡിവൈസസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എഴുത്തിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്, എന്ന് വെച്ചാൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് എന്ന് പറയാം. പേ അറ്റൻഷൻ ടു ദി ഓഥേഴ്സ് യൂസ് ഓഫ് മെറ്റഫേഴ്സ്, സിമിലീസ്, symbolism and other literary devices, and consider how these devices contribute to the overall meaning. എങ്ങനെയാണ് ഈ ഡിവൈസസ് മൊത്തത്തിലുള്ള അർത്ഥത്തെ സ്വാധീനിക്കുന്നത്, വായനക്കാരൻ എന്ത് മനസ്സിലാക്കുന്നു, എങ്ങനെ മനസ്സിലാക്കുന്നു, ഇതൊക്കെ സ്വാധീനിക്കപ്പെടുന്നുണ്ട് ലിറ്റററി ഡിവൈസസ് കാരണം. We can also understand a viewpoint or perspective of the author by paying attention to their choice of language, tone, and emphasis on certain aspects of the subject. നമ്മൾ എഴുതുന്ന വിഷയത്തിൽ ഒരു എഴുത്തുകാരൻ്റെ രചനയിൽ, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ എങ്ങനെയാണ് ഒരു പ്രത്യേക ആശയം കടന്നു വരുന്നത്, എഴുത്തുകാരൻ്റെ ചിന്താഗതി എന്താണ്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ്, ഇതൊക്കെ തന്നെ ഈ എഴുത്തുകാരൻ എഴുതിയ വാക്കുകളെ അനലൈസ് ചെയ്യുമ്പോൾ ഏതൊക്കെ വാക്കുകൾ ഉപയോഗിച്ചാണ് ഒരു കാര്യം പറയുന്നത്, വൊക്കാബുലറി, ഒരു എഴുത്തുകാരൻ്റെ വാക്കുകളുടെ സെലക്ഷൻ പോലും, അതായത് ഒരു കൃതി വായിച്ചു പോകുക എന്നതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ഇങ്ങനെ എഴുതി എന്ന ചിന്ത, എന്തുകൊണ്ട് ഈ വാക്ക് തന്നെ ഉപയോഗിച്ചു എന്ന ചിന്ത പോലും എഴുത്തുകാരൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം, അദ്ദേഹം എങ്ങനെ എഴുതി, എന്തിനെഴുതി, എന്താണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്നൊക്കെ നമുക്ക് അറിവ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ വിഷയത്തെക്കുറിച്ചും, എന്ത് വിഷയം അദ്ദേഹം എഴുതി എന്നതിനെക്കുറിച്ചും. ദി ഓതേഴ്സ് പെർസ്പെക്റ്റീവ് റെഫേഴ്സ് ടു, ഓതേഴ്സ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എഴുത്തുകാരൻ്റെ പെർസ്പെക്റ്റീവ് എന്ന കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ refers to what the author thinks or feels about a particular subject. എഴുത്തുകാരൻ എന്ത് ചിന്തിക്കുന്നു, എന്ത് ഫീൽ ചെയ്യുന്നു ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് എന്നതാണ് സൂചിപ്പിക്കുന്നത്. It often reflects the author's personal preferences, judgments or interpretation of the subject. ഇതിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഓതേഴ്സ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഓതേഴ്സ് പേഴ്സണൽ പ്രിഫറൻസസ് ആവാം, വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളാവാം, ജഡ്ജ്മെൻറ്റ്സ് അദ്ദേഹത്തിൻ്റെ വിധികളാവാം, ചില മുൻവിധികളാവാം, ഇൻ്റർപ്രിട്ടേഷൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം വ്യാഖ്യാനമാവാം, വിഷയത്തെക്കുറിച്ച് എന്താണോ അദ്ദേഹത്തിൻ്റെ ടോപ്പിക്ക്, എഴുതുന്ന വിഷയം, അതിനെക്കുറിച്ച് സ്വയം അദ്ദേഹം ആണല്ലോ എഴുതുന്നയാളെന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെതായ വ്യാഖ്യാനങ്ങൾ ചിലപ്പോൾ ഉൾപ്പെടുത്തിയേക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഓഥേഴ്സ് പെർസ്പെക്റ്റീവ് എന്ന് നമ്മൾ പൊതുവിൽ വിളിക്കുന്നത്. ഈ ടാസ്ക് 6 നിങ്ങൾക്ക് അവിടെ കാണാം. ടാസ്ക് 6 എന്ന് പറയുന്നത് വളരെ രസകരമായൊരു ടാസ്ക്കാണ്.
ഒരു പാസേജ് തന്നിട്ടുണ്ട്. റൈറ്റ് വൺ എക്സാമ്പിൾ ഓഫ് ദ ലിറ്റററി ഡിവൈസസ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന 6 ലിറ്റററി ഡിവൈസസ്, സാഹിത്യ സങ്കേതങ്ങളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഉദ്ദേശം വ്യക്തമാണ്. നിങ്ങൾ ഈ 6 പേരും പഠിച്ചിരിക്കണം. 6 ഡിവൈസിൻ്റെ പേരുകൾ, അതുപോലെ തന്നെ അവയെ എന്ത് സൂചിപ്പിക്കുന്നു, അവയുടെ ഡെഫിനിഷൻ എന്താണെങ്കിൽ അവ എന്താണ് ഈ ഡിവൈസസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്, ഈ 6ൻ്റെയും പ്രത്യേകമായ അർത്ഥം എന്താണ് എന്നും പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. നേരത്തെ ഞാൻ കുറച്ച് ഇവിടെ ടെക്സ്റ്റിൻ്റെ ഒന്നാമത്തെ വരിയിൽ, ഈ പേജിൽ ഒന്നാമത്തെ വരിയിൽ നമ്മൾ കുറച്ച് പേരുകൾ കാണുന്നുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതൽ പോയിട്ടില്ല. അവിടെ ഇനി അതിന് സമയമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വായിച്ച പേരുകൾ ശ്രദ്ധിക്കുക. മെറ്റഫേഴ്സ്, സിമിലീസ്, സിംബോളിസം. മലയാള ഭാഷയിൽ, മലയാള സാഹിത്യത്തിലെ കവിതകളിലും അതുപോലെ തന്നെ സാഹിത്യ മണ്ഡലത്തിൽ പൊതുവെയും ഈ വാക്കുകളുടെ മലയാള തുല്യതയുള്ള പദങ്ങളുണ്ട്. ഉപമ, അലങ്കാരം, പ്രതീകങ്ങൾ, ഇങ്ങനെയൊക്കെയാണവ. ഇവയൊക്കെ തന്നെ നമുക്ക് മലയാള കവിതകളിൽ കാണാൻ സാധിക്കും. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഓർമ്മിക്കുക, ഈ മലയാളം പറയുന്ന അലങ്കാരങ്ങളുടെയോ മലയാള സാഹിത്യ ഉപകരണങ്ങളുടെ തുല്യ സമാനമായവ ഇംഗ്ലീഷിൽ ഉണ്ടാവണമെന്ന് വാശി പിടിക്കരുത്. ഇംഗ്ലീഷിലുള്ളതിൻ്റെ തുല്യമായത് മലയാളത്തിൽ എന്താ കാണാത്തതെന്നും വാശി പിടിക്കരുത്. രണ്ടിൻ്റെയും ഓൾമോസ്റ്റ് മീനിങ് ഉള്ള പദങ്ങളുണ്ട്. എന്നാൽ അവയുടെ അണ്ടർസ്റ്റാൻഡിങ്ങും അവ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നതൊക്കെ മനസ്സിലാക്കുമ്പോൾ ചില വ്യത്യാസങ്ങൾ നമുക്ക് ഫീൽ ചെയ്തേക്കാം. മലയാളത്തിൽ എങ്കിലും പൊതുവിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ തന്നെ ഈ സാഹിത്യ ഉപകരണങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞ ഈ സാഹിത്യ സങ്കേതങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ് സത്യം. റീഡിംഗ് is a magic carpet that whisks you away to worlds unseen, where each page is a doorway to adventure. Like a lighthouse guiding ships through treacherous waters, books illuminate the darkest corners of our minds. They are faithful friends whispering secrets and offering solace in times of need. പുസ്തകങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ അനിവാര്യമായ ഘട്ടത്തിൽ ആശ്വാസം പകരുന്ന സുഹൃത്തുക്കളാണ് പുസ്തകങ്ങൾ എന്ന് പറഞ്ഞു വെക്കുകയാണ്. അറിയാത്ത ലോകത്തെക്കുറിച്ച് അറിയാനും നമ്മൾ ഇതുവരെ പോകാത്ത ലോകത്തെ പരിചയപ്പെടുത്താനും ഒക്കെ പുസ്തകങ്ങളുടെ സഹായം വളരെ വലുതാണ്. നമ്മുടെ ഇരുട്ട് നിറഞ്ഞ നമ്മുടെ തന്നെ അന്തരംഗത്തിൻ്റെ ഒളിയിടങ്ങളെയൊക്കെ തന്നെ പ്രകാശമാനമാക്കാൻ പുസ്തകങ്ങൾക്ക് അസാമാന്യമായ കഴിവുണ്ട്. With each chapter, you dive into oceans of knowledge, swimming alongside schools of thought that challenge and inspire. ചിന്തിപ്പിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന ചിന്തകളുടെ നിരവധി ചിന്തകളുടെ വലിയ സാഗരത്തിലേക്ക് നമ്മൾ ഉള്ളിയിടുകയാണ് വായനയിലൂടെ. Books breathe life into words, making characters dance off the page and into our hearts. നമ്മുടെ ജീവിതത്തിലേക്ക് പുസ്തകങ്ങൾ കടന്നു വരുമ്പോൾ വാക്കുകൾക്ക് ജീവൻ വെക്കുകയാണ്. ആ വാക്കുകളിലൂടെ കഥാപാത്രങ്ങൾ, അനേകായിരം ജീവിതങ്ങൾ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പുസ്തകം കടന്നു വന്നാൽ 1000 ജീവിതങ്ങൾ അതിലൂടെ നമ്മൾ കാണും. ഒരു വ്യക്തിയുടെ ജീവിതമാണ് നമ്മൾ ജീവിതത്തിൽ ഞാനും നിങ്ങളും അനുഭവിക്കുന്നതെങ്കിൽ വായനയിലൂടെ 1000 വ്യക്തികളുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലും. അത്തരത്തിൽ അത്രയും വ്യക്തികളുടെ ജീവിതാനുഭവങ്ങൾ നമ്മുടേതായി മാറും. അത് വായനയുടെ ലോകമാണ്, വായനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയാണ്. അതിലേക്ക് ഞാൻ കൂടുതലായി കടക്കുന്നില്ല. കൂടുതൽ കടന്നാൽ പ്രശ്നമാണ്. കാരണം നമ്മൾ ആരും വായിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. വായന ഒരു വലിയ ചാലഞ്ചാണ് ഇന്ന് നമുക്ക്. വായിക്കാൻ സാധ്യത, അല്ലെങ്കിൽ വായിക്കാൻ താല്പര്യം, അല്ലെങ്കിൽ വായനയുടെ അവസരം ഇല്ലാത്ത ആൾക്കാരുണ്ടാവാം. ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടോ, നമ്മുടേതായ പേഴ്സണാലിറ്റി ടൈപ്പ് വായനയ്ക്ക് ചേരാത്ത, വായന താല്പര്യമില്ലാത്ത പേഴ്സണാലിറ്റി ടൈപ്പ് ഉള്ളവരുണ്ടാവാം. പേഷ്യൻസ് ഇല്ലാത്തവരുണ്ടാവാം. There are some who cannot sit in one place for a long period of time. They also find it very difficult to read. And there are others who are unable to focus. Attention deficit problem ഉള്ളവരുണ്ടാവാം. ഇതൊക്കെ തന്നെ വായനയെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ധാരാളം പേർക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് ധാരാളം പേർക്ക് ഈ പ്രശ്നങ്ങളുമുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിന് ഒരു പരിഹാരം എന്ത് എന്ന് ചോദിച്ചാൽ അവിടെയാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. അതായത് ഒരുപാട് വിദ്യാർത്ഥികൾ, ഒരുപാട് സ്റ്റുഡൻസ്, മെയിൻലി ഈ ഒരു പ്രശ്നം കൊണ്ട് സഫർ ചെയ്യുന്ന സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഇന്നും വായനയെ തീർച്ചയായിട്ടും റിലൈ ചെയ്യുന്നുണ്ട്. എന്നാൽ there are some attempts who or from educational institutions
to bypass or overcome this particular situation by providing short materials. നമ്മുടെ ഈ ടെക്സ്റ്റ് ഒരു ഉദാഹരണമാണ്, ഒരുപാടൊന്നും വായിക്കാനില്ല ഇവിടെ. ഇത്തരത്തിൽ ഷോർട്ട് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഈ സാഹചര്യത്തെ മറികടക്കാനുള്ള അറ്റംപ്റ്റുകളുണ്ട്. എങ്കിലും വായന നല്ല ഒരു പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്. അത് നേടിയെടുക്കണം, അത് ആർജിച്ചെടുക്കേണ്ടത് ആവശ്യവുമാണ്. അപ്പോൾ നമുക്ക് ബൈപ്പാസ് ചെയ്ത് പോകാമെങ്കിലും അതൊരു ഡയർ സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും ആവാത്ത കാര്യം നമ്മൾ ഒരുപാട് ചെയ്തൊരു മനുഷ്യനെ ദ്രോഹിക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് ബൈപ്പാസ് ചെയ്ത് പോകാൻ, ജീവിതത്തിൽ മുന്നേറാം. പക്ഷേ അതേസമയം വായനയുടെ സ്കിൽ ആർജിച്ചെടുക്കാനുള്ള ഒരു ശ്രമം പാരലലായി തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതിന് നമ്മുടെ ടെക്സ്റ്റ് മതിയാവില്ല, അതിന് നമ്മുടെ ടെക്സ്റ്റിന് പുറത്തേക്ക് വായന കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് ഈ ലിറ്റററി ഡിവൈസസ് ഒക്കെ നമ്മളെ സഹായിക്കുന്നത്. വായന ഇൻട്രസ്റ്റിംഗ് ആക്കുക, വായിക്കുന്ന സെൻറ്റൻസിൽ എന്ത് ലിറ്റററി ഡിവൈസാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അവയെ തിരിച്ചറിയാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആക്കും വായനയെ. എവറി സ്റ്റോറി ഈസ് എ ട്രഷർ ചെസ്റ്റ് ഓവർഫ്ലോയിങ് വിത്ത് ജെംസ് ഓഫ് വിസ്ഡം ആൻഡ് ഇമാജിനേഷൻ. ഓരോ കഥയും, നമ്മൾ വായിക്കുന്ന ഓരോ കഥയും, കഥയൊക്കെ വായിക്കുന്നവരിപ്പോൾ ഉണ്ടോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. എങ്കിലും നമ്മൾ വായിക്കുന്ന ഓരോ കഥയും ഒരു ട്രഷർ ചെസ്റ്റാണ്, ഒരു നിധി കുംഭമാണ്, നിധിപേടകമാണ്. ഈ നിധിപേടകത്തിൽ നമ്മുടെ ഭാവനയും അറിവും ഒക്കെ അടങ്ങിയിരിക്കുന്നു. അതിലേക്കുള്ള ഒരു പ്രയാണമാണ് വായന. Reading transforms the mundane into the extraordinary, turning rainy days into epic quests and quiet moments into symphonies of discovery. അപ്പം നമ്മുടെ ഒഴിവ് സമയങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ സാധാരണ അവസ്ഥകളെ അസാധാരണമാക്കുകയും മഴയുള്ള ദിനങ്ങളെ വലിയ സാഹസത്തിൻ്റെ യാത്രകളാക്കി മാറ്റുകയും അതുപോലെ തന്നെ ശാന്തമായ നിമിഷങ്ങളെ പുതിയ കണ്ടെത്തലുകളെ വലിയ സംഗീതമാക്കി മാറ്റുകയൊക്കെ ചെയ്യാൻ വായനയ്ക്ക് കഴിയുമെന്നാണ് ഈ എസ്സേ അല്ലെങ്കിൽ ഈ ഷോർട്ട് റൈറ്റപ്പിൽ പറയുന്നത്. ഇറ്റ്സ് എ പാസേജിൽ അങ്ങനെയാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ പാസേജ് വായിച്ചു മനസ്സിലാക്കി. ഇനി നമുക്ക് 6 ലിറ്റററി ഡിവൈസസിനും എക്സാമ്പിൾ ഈ പാസേജിലെ ഓരോ സെൻറ്റൻസിലുമുണ്ട്. അവ ഏതെന്ന് കണ്ടെത്താം. കാർക്കി കുത്താൻ പറ്റില്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. അതിനുവേണ്ടി ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓരോന്നിൻ്റെ അർത്ഥം പഠിക്കുക എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് ലൈനിൽ കുറച്ച് പേരുകൾ വായിച്ചായിരുന്നു. ഇത് ഓരോന്നും നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇപ്പോൾ എന്താണ് ഓരോന്നിൻ്റെ അർത്ഥം എന്നുള്ളത്, ഓരോ ലിറ്റററി ഡിവൈസും എന്തിനെ സൂചിപ്പിക്കുന്നു. ഒന്ന് നോക്കിയാട്ടെ, മെറ്റഫർ. ഒന്നാമത്തത് മെറ്റഫർ. എന്താണ് മെറ്റഫർ? എ ഫിഗർ ഓഫ് സ്പീച്ച്, അലങ്കാരം. ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ മലയാളം ട്രാൻസ്ലേഷൻ അലങ്കാരം എന്ന് പറയും. That makes a direct comparison between two unrelated things by stating that one is the other without using like or as. Like അല്ലെങ്കിൽ as എന്നീ വാക്കുകൾ ഉപയോഗിക്കാതെ ഒന്ന് മറ്റൊന്ന് പോലെയാണ് എന്ന് പറയുക. This helps to create a strong image or convey deeper meaning. ഒരു ആഴത്തിലുള്ള അർത്ഥത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ആഴത്തിലുള്ള അർത്ഥം അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയ ശക്തമായ ചിത്രം വാക്കുകൾ കൊണ്ട് വരച്ചു കാണിക്കാൻ മെറ്റഫർ ഉപയോഗിക്കാം. അതായത് പരസ്പരം ബന്ധമില്ലാത്ത, മേക്സ് എ ഡിറക്റ്റ് കമ്പാരിസൺ, നേരിട്ടുള്ള കമ്പാരിസൺ ആണ്. എന്തൊക്കെ തമ്മിൽ? ബിറ്റ്വീൻ ടു അൺറിലേറ്റഡ് തിങ്സ്, പരസ്പരം ഒരു ബന്ധവുമില്ലാത്ത വസ്തുക്കൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ്. അതായത് ആനയെപ്പോലെ ശക്തൻ എന്നൊക്കെ പറയാമല്ലോ. ആനയും ഈ പറയുന്ന ആൾ തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ ഒരു ബന്ധം ഉണ്ടാവില്ല. പക്ഷേ ആനയെപ്പോലെയാണ് രൂപം എന്ന് ചോദിച്ചാൽ, പക്ഷേ എന്നാലും നമ്മൾ അങ്ങനെ പറയാറുണ്ട് അല്ലേ, ആനയെപ്പോലെ ശക്തൻ, ഒരു അസ്ത്രത്തെ പോലെ കൂർമ്മ ബുദ്ധിയുള്ളവൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്ന വ്യത്യസ്തമായ വസ്തുക്കളെ കമ്പയർ ചെയ്യുക എന്നർത്ഥം. നെക്സ്റ്റ് വൺ സിമിലി. അത് വായിക്കുന്നത് സിമിലി എന്നാണ് കേട്ടോ, ശ്രദ്ധിക്കുക. സിമിലി, a figure of speech that compares two different things using words like or as. Like അല്ലെങ്കിൽ as വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട്, ഈ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് കമ്പയർ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, സിമിലി എന്ന് പറയുന്നത്. രണ്ട് വ്യത്യസ്ത കാര്യങ്ങളെ കമ്പയർ ചെയ്യുന്നു യൂസിങ് വേർഡ്സ് ലൈക്ക് ആൻഡ് ആസ്, ലൈക്ക് ഓർ ആസ്. ലൈക്ക് അല്ലെങ്കിൽ ആസ് ഉണ്ടായിരിക്കും. This is often used to make descriptions more vivid or relatable.
വിവരണങ്ങളെ കൂടുതൽ വ്യക്തമാകുകയും കൂടുതൽ നമുക്ക് താദാത്മ്യം പ്രാപിക്കാൻ പറ്റുന്ന രീതിയിൽ പരസ്പരം ബന്ധപ്പെടാൻ കണക്ട് ചെയ്യാൻ നമുക്ക് മനസ്സുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വിവരണങ്ങളെ കൊണ്ടുവരാനാണ് ഈ ഒരു രീതി ഉപയോഗിക്കുന്നത് സിമിലി എന്ന. നമുക്കതിന് ഉദാഹരണങ്ങൾ നോക്കാം. അതിന് മുമ്പായിട്ട് ഓരോന്നും എന്താണെന്ന് പഠിക്കാം. അടുത്തത് അലിറ്ററേഷൻ. Alliteration means repetition of the same initial consonant sounds in a series of words, often close together. Alliteration is used to create rhythm, mood, or emphasis in writing. Alliteration എന്ന് പറഞ്ഞാൽ കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യുന്ന രീതിയാണ്. കവിതകൾ പ്രത്യേകിച്ച് വരികളിൽ ഒരു വാക്കിന്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ സ്ട്രെസ്ഡ് സിലബിളിലോ ഒരു വരുന്ന കോൺസണന്റ് അടുത്തടുത്ത് വീണ്ടും വാക്കുകളിൽ ആവർത്തിക്കുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. എന്തിനാണിത്? കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ അർത്ഥം എന്താണ്? അതായത് ഒരു പ്രത്യേക സൗണ്ട് ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മ്യൂസിക്കൽ ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്നു. അതായത് കവിതകൾക്ക് സംഗീതാത്മകത നൽകുന്നു എന്നർത്ഥം ഈ അലിട്രേഷൻ എന്ന ക്വാളിറ്റി. അപ്പോൾ അലിട്രേഷൻ എന്ന് പറയുന്നത് ശരിക്കും കോൺസണന്റ് സൗണ്ട്സിനെ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതും ഇനിഷ്യൽ കോൺസണന്റ് സൗണ്ട്സ് എന്ന് പറയുന്നുണ്ട് ഇവിടെ. ഇനിഷ്യൽ ആവാം, അല്ലെങ്കിൽ മറ്റൊരു രീതി കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാക്കിൻ്റെ സ്ട്രെസ്ഡ് സിലബിളിൽ അത് വരാം, പിന്നെ അടുത്തതിൻ്റെ സെയിം അതുപോലെ റിപ്പീറ്റ് ചെയ്യാം, അങ്ങനെയും ആവാം. വാക്കിൻ്റെ തുടക്കത്തിൽ തന്നെ ആവണമെന്നില്ല. ഇത് പറയുമ്പോൾ തന്നെ എന്താണ് സിലബിൾ എന്നുള്ള ചോദ്യം വരും. എന്താ സിലബിൾ? സിലബിൾ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക്, ലോങ് ആയിട്ടുള്ള വാക്കുകൾ പറയുന്ന സമയത്ത് നമ്മൾ പോസ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്താണ് ആ വാക്ക് മുഴുവനാക്കുക. ഇത്തരത്തിൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ ബ്രേക്കിൻ്റെ ഉള്ളിലും ഒന്നിലധികം ശബ്ദങ്ങൾ അടങ്ങി, ഒന്നോ അതിലധികമോ, ചിലപ്പോൾ ഒന്നാവാം, ചിലപ്പോൾ അതിലധികമാവാം, ശബ്ദങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും. ഇത്തരം ശബ്ദങ്ങളുടെ യൂണിറ്റ്, ചെറിയ ചെറിയ പീസസ് അല്ലെങ്കിൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ പോക്കറ്റ്സ്, അതിനെയാണ് സിലബിൾസ് എന്ന് പറയുന്നത്. ഒരു ലോങ് വേർഡ് ആണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു സിലബിൾ സ്ട്രെസ്ഡ് സിലബിൾ എന്നറിയപ്പെടും. അത് കുറച്ച് ഉച്ചത്തിൽ ഉച്ചരിക്കും. ഇത് ഇങ്ങനെയുള്ള സ്ട്രെസ്ഡ് സിലബിളുകൾ ചേർന്നതാണ് ഒരു സെൻറ്റൻസിൻ്റെ റിതം എന്ന് പറയുന്നത്. അത് റിതം ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും. ഒരു 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 വേവ് പോലൊരു ഗ്രാഫ് നമുക്ക് കിട്ടും ഇത്തരത്തിൽ സ്ട്രെസ് ചെയ്യാതെയും വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ. നമ്മുടെ ഉച്ചാരണത്തിന് എന്ത് കിട്ടും? നമ്മൾ നല്ലൊരു താളം ലഭിക്കും എന്നുള്ളതാണ്. അതാണ് പ്രധാനം. റിതം ക്രിയേറ്റ് ചെയ്യുന്നു. മൂഡ്, എംഫസിസ്, ഊന്നൽ നൽകപ്പെടുന്നു, ഊന്നൽ കിട്ടുന്നു, ചില പ്രത്യേക മേഖലകളെ ഊന്നി പറയാൻ സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഈ അലിട്രേഷൻ്റെ ഗുണങ്ങളാണ്. അലിട്രേഷൻ നമുക്ക് ഈ ഒരു സംഗീതാത്മകത, മ്യൂസിക്കൽ ക്വാളിറ്റി നൽകുന്നുണ്ട്. അതുവഴി മൂഡ് നൽകുന്നു, റിതം തീർച്ചയായിട്ടും നൽകുന്നു. കൃത്യമായി ചില കാര്യങ്ങളെ ഫോക്കസ് ചെയ്യാൻ, എംഫസൈസ് ചെയ്യാനും സാധിക്കുന്നു. എംഫസൈസ് എന്ന് പറഞ്ഞാൽ ഊന്നൽ കൊടുക്കുക. സിംബോളിസം, പ്രതീകാത്മകതയാണത്, പ്രതീകങ്ങളാണ്. The use of symbols, objects, characters or tools to represent larger ideas or concepts, often adding deeper meaning to a narrative. ഒരു നെറേറ്റീവിന് ഡീപ്പറായ ആഴത്തിലുള്ള മീനിങ് കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നീക്കാണ് സിംബോളിസം. എന്ന് വെച്ചാൽ ആ ബിംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ചില ബിംബങ്ങൾ, ചില അടയാളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആഴത്തിലുള്ള അർത്ഥത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സിംബൽസ് ആയിട്ട് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ പരസ്പരമുള്ള സംഘർഷങ്ങളുടെ സിംബലായിട്ട് ചുവപ്പ് കളറിനെ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ സമാധാനത്തിൻ്റെ സിംബലായിട്ട് പ്രാവുകൾ, വെള്ളപ്രാവുകൾ ഉപയോഗിക്കുന്നു. ഇത്തരത്തിലുള്ള ഉപയോഗം നമുക്ക് പലപ്പോഴും കോമൺ ആയിട്ട് കാണാം കവിതകളിൽ. മറ്റു പല സിംബോളിക് റെഫറൻസുകളൊക്കെ ഉണ്ടാവാം. മനസ്സിലായോ? സിംബോളിസം ഇത് മാത്രമല്ല, ഇത് വളരെ സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കവിതകളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഒരുപാട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാസേജുകളിലേക്ക്, നമ്മൾ പ്രൊഫഷണലായി എഴുതപ്പെട്ട പാസേജുകളിലേക്ക് വായിക്കുമ്പോൾ, പ്രശസ്തരായ എഴുത്തുകാരുടെ രചനകളിലേക്ക് കടക്കുമ്പോൾ സിംബോളിസം നമ്മളെ ഞെട്ടിച്ചു കളയും. അമ്മാതെ ഞെട്ടിക്കുന്ന സിംബോളിസംസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. സിംബോളിസത്തിൻ്റെ നല്ല ഉദാഹരണങ്ങൾ ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ ധാരാളം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്തത് നോക്കിയേ, ഹൈപ്പർബോൾ. അടുത്തത് അതെന്ത് ബോളാത്? ഹൈപ്പർബോൾ, an intentional and obvious exaggeration used to create emphasis or humor, often not meant to be taken literally. അക്ഷരാർത്ഥത്തിൽ എടുക്കാൻ പാടില്ലാത്തതും എന്നാൽ ഇൻറ്റൻഷണൽ, പേർപ്പസ്ഫുൾ, ഉദ്ദേശത്തോടെ ചെയ്തതും, ഓബ്വിയസ് ആയ, സ്വാഭാവികമായതുമായ എക്സാജറേഷൻ, കുറച്ചൊന്ന് പെരുപ്പിക്കുക. ഇത്തരത്തിൽ പെരുപ്പിച്ചു കാണിക്കുന്ന സെൻറ്റൻസുകളെ അല്ലെങ്കിൽ ആശയങ്ങളുള്ള സെൻറ്റൻസുകളെയാണ് ഹൈപ്പർബോൾ എന്ന് പറയുന്നത്. എന്തിനാണ് ഇത് സൂചിപ്പിക്കുന്നത്? എംഫസിസിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നത്. ഹ്യൂമറിന് വേണ്ടി ചിലപ്പോൾ ഉപയോഗിക്കാം. പ്രത്യേക ഊന്നൽ നൽകേണ്ട കാര്യങ്ങളിൽ അതിനും, അതുപോലെ തമാശ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഇത്തരത്തിലുള്ള
സങ്കേതം ഉപയോഗിക്കാം. ഈ ഹൈപ്പർബോൾ ഉപയോഗിക്കപ്പെടാം. ഹൈപ്പർബോൾ അതായത് കുറച്ച് കുറച്ചൊരു എക്സാജറേറ്റ് ചെയ്ത് പറയുക. ഹൈപ്പർബോൾ എന്ന് പറഞ്ഞാൽ എക്സാജറേഷനാണ് ഉദ്ദേശിക്കുന്നത്. കവിതകളുടെ വരികളിലും അതുപോലെ ഈ പാസേജുകളിലും ഒക്കെ. പേഴ്സോണിഫിക്കേഷൻ ആണ് ലാസ്റ്റ് വൺ. Personification means a literary device where human qualities or actions are attributed to non-human objects, animals, or ideas, bringing them to life in the reader's imagination. വായനക്കാരൻ്റെ ഭാവനയിലേക്ക് ഒരു പ്രത്യേക മൃഗത്തെയോ അല്ലെങ്കിൽ നോൺ ഹ്യൂമൻ ഓബ്ജക്ട്സ്, മനുഷ്യനല്ലാത്ത വസ്തുക്കളെയോ ഒക്കെ, അല്ലെങ്കിൽ ഈവൻ ആശയങ്ങളെ ആവാം, ജീവൻ വെച്ച് മനുഷ്യനെ പോലെ സംസാരിക്കുന്ന, മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന, മനുഷ്യനെ പോലെ ജീവൻ കൊടുക്കുക. അതാണ് പേഴ്സോണിഫിക്കേഷൻ. ഉദാഹരണത്തിന് ചാൾസ് ഡിക്കൻസിൻ്റെ ഡേവിഡ് കോപ്പർഫീൽഡിലാണെന്ന് തോന്നുന്നു, അദ്ദേഹം ലണ്ടൻ നഗരത്തെ വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിവരണം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു ജീവിക്കുന്ന മനുഷ്യനാണോ ഈ നഗരം എന്ന് തോന്നിപ്പോകും നമുക്ക്. അതിൻ്റെ സ്ട്രീറ്റുകളും ആ സ്ട്രീറ്റുകളെ മൂടൽമഞ്ഞും ഒക്കെ, രാത്രിയിലെ മൂടൽമഞ്ഞിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നഗരത്തെ ഒരു മനുഷ്യനെ പോലെ ഉപമിക്കുകയാണ്. ഹെൻറിയുടെ ഒരു കഥയുണ്ട്, ദ ലാസ്റ്റ് ലീഫ്. അതിൽ ന്യൂമോണിയ എന്ന അസുഖം നിങ്ങൾ പ്ലസ് ടുവിനൊക്കെ ചിലപ്പോൾ പഠിച്ചു കാണും. 9ാം ക്ലാസ്സിലോ പ്ലസ് ടുവിലോ 10ാം ക്ലാസ്സിലാണോ, 10ാം ക്ലാസ്സിൽ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചു കാണും. ഈ പറയുന്ന ഹെൻറിയുടെ ദ ലാസ്റ്റ് ലീഫ് എന്ന സ്റ്റോറിയിൽ ന്യൂമോണിയ എന്ന അസുഖം ഒരു നഗരത്തിനെ എങ്ങനെ ബാധിക്കുന്നു, ആ ന്യൂമോണിയ എന്ന അസുഖം പതുങ്ങി നടക്കുന്നതും ഇരുട്ടിൽ നടക്കുന്നതും ഓരോരുത്തരെയും ഇങ്ങനെ സ്പർശിക്കുന്നതും അവൻ്റെ ആ സ്പർശനമേറ്റവർ മരിച്ചു വീഴുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഒരു മനുഷ്യനെ പോലെ ന്യൂമോണിയെ ചിത്രീകരിക്കുക. ഇതാണ് പേഴ്സോണിഫിക്കേഷൻ. ഇത്തരത്തിൽ മനുഷ്യനെ പോലെ മനുഷ്യനല്ലാത്ത വസ്തുക്കളെ ചിത്രീകരിക്കുക എന്നർത്ഥം. ഈവൻ ആശയങ്ങളും ആവാട്ടോ, ആശയങ്ങളെ പോലും നമ്മൾ മനുഷ്യനെ പോലെ ചിത്രീകരിക്കും. ഇനി ഗിവൺ പാസേജിൽ മെറ്റഫർ ഏതാണ്? തിരിച്ചു വരാം, ഉത്തരത്തിലേക്ക് കിടക്കാം. മെറ്റഫർ: Reading is a magic carpet that wishes you away towards worlds unseen. ഈ സെൻറ്റൻസ് ഒരു മെറ്റഫറിന് ഉദാഹരണമാണ്. റീഡിങ് ഈസ് എ മാജിക് കാർപ്പറ്റ് എന്നാണ് പറയുന്നത്. പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളെ ബന്ധിപ്പിക്കുക, ലൈക്ക് എന്നോ ആസ് ഒന്നും ഉപയോഗിക്കാതെ ബന്ധിപ്പിക്കുക. വായന ഒരു മാജിക് കാർപ്പറ്റാണ്. എന്താണ് മാജിക് കാർപ്പറ്റ്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അലാദിൻ്റെ ഒക്കെ സ്റ്റോറിയിൽ അലാദിൻ ഇങ്ങനെ പറക്കുന്ന കാർപ്പറ്റ്, ദാറ്റ് ഈസ് മാജിക് കാർപ്പറ്റ്. അപ്പോൾ മാജിക് കാർപ്പറ്റ് എന്ന് പറയുന്ന വാക്കിനെ എന്താണ് റീഡിങ്ങിനോട് കമ്പയർ ചെയ്യാം, വിത്തൗട്ട് യൂസിങ് ലൈക്ക് ഓർ ആസ്. നെക്സ്റ്റ്, സിമിലി. എക്സാമ്പിൾ: ലൈക്ക് എ ലൈറ്റ് ഹൗസ് എന്ന് തുടങ്ങുന്ന സെൻറ്റൻസ്. ലൈക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് തുടങ്ങുന്നത്, അപ്പോൾ അതൊരു സിമിലിയാണ്. ലൈറ്റ് ഹൗസ് പോലെ, ഷിപ്പുകളെ നയിക്കുന്ന, കപ്പലുകളെ നയിക്കുന്ന ലൈറ്റ് ഹൗസ് പോലെ പുസ്തകങ്ങൾ നമ്മളെ നയിക്കുന്നു. അലിറ്ററേഷൻ: ക്വയറ്റ് മൊമെന്റ്സ് ഇൻടു സിംഫണീസ് ഓഫ് ഡിസ്കവറി. അലിറ്ററേഷൻ ഒന്നുകൂടി നോക്കിയേ. ക്വയറ്റ് മൊമെന്റ്സ് ഇൻടു സിംഫണീസ് ഓഫ് ഡിസ്കവറി. എന്താണത്? സിംഫണീസ് ഓഫ് ഡിസ്കവറി. സൗണ്ട് ആവർത്തിച്ച് വരുന്നുണ്ട, സിംഫണീസ് ഓഫ് ഡിസ്കവറി. പിന്നെ അപ്പം അത് ഒരു നല്ലൊരു ഉദാഹരണമാണ് അലിറ്ററേഷന്. സൗണ്ടിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഇതിനു മുമ്പുള്ള മൊഡ്യൂൾ 1 യൂണിറ്റ് 2 വീഡിയോ എടുത്ത് നോക്കുക. അവിടെ കോൺസണന്റ് സൗണ്ട്സ് എന്താണെന്നും അവയുടെ പ്രത്യേകതകൾ എന്താണ്, ആ സൗണ്ട്സ് എങ്ങനെ ഉച്ചരിക്കുക. എന്ന സൗണ്ട് കോൺസണന്റ് ആണ്, അതിനെക്കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. വീഡിയോ തീർച്ചയായിട്ടും കാണുക. സിംബോളിസം: എവറി സ്റ്റോറി ഈസ് എ ട്രഷർ ചെസ്റ്റ് ഓവർഫ്ലോയിങ് വിത്ത് ജെംസ് ഓഫ് വിസ്ഡം ആൻഡ് ഇമാജിനേഷൻ. അവിടെ എന്താണ്? ട്രഷർ ചെസ്റ്റ് എന്ന സിമ്പൽ ഉപയോഗിക്കുകയാണ്. അത് വാല്യൂവിനെയും മൂല്യത്തെയും വെൽത്തിനെയും കാണിക്കുന്നു. നെക്സ്റ്റ്, ഹൈപ്പർബോൾ: ബുക്സ് ബ്രീത്ത് ലൈഫ് ഇൻ ടു words, making characters dance off the pages and into our hearts. കഥാപാത്രങ്ങളൊക്കെ ഡാൻസ് ചെയ്തു വന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ചാടി ഇറങ്ങുന്നു എന്നൊക്കെയാണ് പറയുന്നത്. കുറച്ച് എക്സാജറേറ്റഡ് ആണത്, അതുകൊണ്ട് ഹൈപ്പർബോളിന് എക്സാമ്പിളാണ്. അടുത്തത് പേഴ്സോണിഫിക്കേഷൻ: they are faithful friends
whispering secrets and offering solace in times of need. വിശ്വസ്തരായ സുഹൃത്തുക്കളാണ് അവർ. പുസ്തകങ്ങളെക്കുറിച്ച് പറയാം, ആശ്വസിപ്പിക്കും. ആശ്വാസവചനങ്ങൾ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവശ്യഘട്ടങ്ങളിൽ സമാധാനം കൊണ്ടുവരും, അല്ലെങ്കിൽ ആശ്വാസം, സൊലസ് കൊണ്ടുവരും. മനുഷ്യരെ പോലെ പറയുകയാണ്. അപ്പോൾ അത് പെർസോണിഫിക്കേഷൻ്റെ എക്സാമ്പിളാണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. തിരിച്ചതേ പേജിലേക്ക് തന്നെ. എക്സാമിനിങ് ലാംഗ്വേജ് സ്ട്രക്ചേഴ്സ്. എക്സാമിനിങ് ലാംഗ്വേജ് സ്ട്രക്ചേഴ്സ്, ഭാഷയുടെ ഘടനയെ നമുക്കൊന്ന് വിലയിരുത്താം. ക്ലോസ് റീഡിംഗ് ഇൻവോൾവ്സ് പേയിങ് അറ്റൻഷൻ ടു ദ റീഡേഴ്സ് ചോയ്സ് ഓഫ് വേർഡ്സ്. വാക്കുകളെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ വാക്കുകളുടെ സെലക്ഷൻ, എഴുത്തുകാരൻ ഒരു പ്രത്യേക വൊക്കാബുലറി ഉപയോഗിക്കുന്നുണ്ടാവും. അതിനെ നമ്മൾ വിലയിരുത്തുമ്പോഴാണ് നമ്മുടെ പേയിങ് അറ്റൻഷൻ ടു ഓതേഴ്സ് ചോയ്സ് ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, a close reader scrutinizes a text to analyze connotations and examines how word choice affects tone and mood. എങ്ങനെയാണ് വേർഡ് ചോയ്സ് നമ്മുടെ ടോണിനെ, ആറ്റിറ്റ്യൂഡിനെ, അല്ലെങ്കിൽ സംസാരിക്കുന്നതിൻ്റെ മീനിങ്ങിനെ, മൂഡിനെ, മാനസികാവസ്ഥയൊക്കെ സ്വാധീനിക്കുന്നത്. Observing the arrangement of sentences and their complexity is also important while reading a text closely. ഒരു സെൻറ്റൻസിൻ്റെ കോംപ്ലക്സിറ്റി, സങ്കീർണത എന്തൊക്കെയാണ്, അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്, ആ സെൻറ്റൻസിൻ്റെ വേർഡ് ഓർഡർ എങ്ങനെയാണ്, ഇതൊക്കെ റീഡിങ് എന്ന ആ ഒരു സ്കില്ല് നന്നായി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് റീഡിങ് ക്ലോസ്ലി, അതായത് ക്ലോസ് എന്ന് പറയുമ്പോൾ അടുത്ത് എന്ന അർത്ഥത്തിലാണ്, അടുത്ത് പോയി വായിക്കുക എന്ന അർത്ഥത്തിലാണ് ക്ലോസ് റീഡിംഗ് എന്ന് സൂചിപ്പിക്കുന്നത്. അല്ലാതെ മടക്കി വെച്ച് വായിക്കുക എന്നല്ല, മറച്ചു വെക്കുക എന്നൊന്നുമല്ല, പൂട്ടി വെക്കുക എന്നല്ല. ക്ലോസ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ക്ലോസ് റീഡിംഗ് എന്ന് വെച്ചാൽ അടുത്ത് പോയി വായിക്കുക എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താ, റീഡിങ് ക്രിട്ടിക്കലി അല്ലെങ്കിൽ സീരിയസ് റീഡിംഗ് എന്ന് നമുക്ക് ജനറലി പറയാം. ഓക്കെ, മീനിങ് കുറച്ചുകൂടി നല്ല രീതിയിൽ പറഞ്ഞാൽ റീഡിംഗ് ക്രിട്ടിക്കലി എന്ന് പറയാം. The reader should consider how syntax contributes to the text meaning and impact. Syntax എന്ന ഗ്രാമർ എങ്ങനെയാണ്, അല്ലെങ്കിൽ സെൻറ്റൻസിൻ്റെ വാക്കുകളുടെ ഓർഡർ എങ്ങനെയാണ് നമ്മളെ അർത്ഥത്തെ സ്വാധീനിക്കുന്നതെന്ന് വായനക്കാരൻ ശ്രദ്ധിക്കണം. Now, considering the context, another very important area, context, അതായത് പശ്ചാത്തലം. No close reading is complete without a contextual reading of the text. ഏത് പുസ്തകം, ഏത് പാസേജ് വായിച്ചാലും അതിനെ കോണ്ടെക്സ്ച്വലായിട്ട് വായിക്കണം, അതിൻ്റെ സാഹചര്യം മനസ്സിലാക്കി, ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി വായിക്കണം. അല്ലാത്ത പക്ഷം അത് ക്ലോസ് റീഡിംഗ് ആവില്ല. ദ റീഡർ ഷുഡ് റീസേർച്ച് ദ ഹിസ്റ്റോറിക്കൽ, കൾച്ചറൽ ആൻഡ് സോഷ്യൽ കോണ്ടെക്സ്റ്റ്. എന്തൊക്കെ കോണ്ടെക്സ്റ്റാണ് നമ്മൾ നോക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്, മനസ്സിൽ വെക്കേണ്ടത്? ഹിസ്റ്റോറിക്കൽ, 1, ചരിത്രപരമായ ബാക്ക്ഗ്രൗണ്ട്; 2, കൾച്ചറൽ, സാംസ്കാരികം; 3, സോഷ്യൽ, സാമൂഹികം. 3 കാര്യങ്ങൾ, 3 പശ്ചാത്തലങ്ങളും പരിഗണിക്കാതെ ഒരു പുസ്തക വായന അല്ലെങ്കിൽ ഒരു പ്രത്യേക പാസേജ് നമ്മൾ വായിക്കുകയാണ്, ഈ 3ഉം നമ്മൾ പരിഗണിക്കുന്നേ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു പാതകമാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. കാരണം നമുക്ക് വായിച്ചതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും കിട്ടില്ല. കിട്ടിയാൽ തന്നെ തെറ്റിദ്ധാരണയെ കിട്ടുള്ളൂ. എന്താ കാരണം? നമ്മൾ കാലഘട്ടം മനസ്സിലാക്കാതെ, ഇതെപ്പോൾ എഴുതിയതെന്ന് മനസ്സിലാക്കാതെ, അതിൻ്റെ ആ കാലത്തുള്ള വാക്കുകളുടെ മീനിങ് മനസ്സിലാക്കാതെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതൊന്നും എഴുതി വെച്ചിട്ടുള്ളത് എന്ന്. ആക്ച്വലി എഴുതിയതിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ പ്രശ്നമാണ്, വായിക്കുന്ന നമ്മുടെ പ്രശ്നമാണ്. മനസ്സിലായോ? അപ്പോൾ ഫലത്തിൽ നമ്മുടെ പ്രശ്നം എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. So we need to understand how context influences the content and themes. എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട്, ഒരു ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അത് ഉണ്ടായ കാലഘട്ടം, അത് ഉണ്ടായ ബാക്ക്ഗ്രൗണ്ട്, എഴുത്തുകാരൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ പൂർണ്ണമായി അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മളിങ്ങനെ ഇരുട്ടിൽ തപ്പുന്ന പോലെ, നമുക്ക് ഒരു അന്ധന്മാർ ആനയെ കാണുമ്പോൾ ഒരു കഥ കേട്ടിട്ടില്ല, അതുപോലെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാവണമെന്നില്ല. നമ്മുടെ തോന്നലിന് ഒരു ഗസ് അടിച്ച് നമ്മളങ്ങ് പോകുമെന്നേ ഉണ്ടാവും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുക, എന്നിട്ട് വായിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ ബാക്ക്ഗ്രൗണ്ട് ഉദ്ദേശിക്കുന്നത്? ഹിസ്റ്റോറിക്കൽ, സോഷ്യൽ, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആ പാസേജ് അല്ലെങ്കിൽ ടെക്സ്റ്റ് എഴുതപ്പെട്ട കാലഘട്ടം, എഴുതപ്പെട്ട ബാക്ക്ഗ്രൗണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഐഡൻറ്റിഫൈങ് പാറ്റേൺസ് ആൻഡ് റിപ്പിറ്റേഷൻസ് ആണ് അടുത്ത ടോപ്പിക്ക്. ഐഡൻറ്റിഫൈങ് പാറ്റേൺസ് ആൻഡ് റിപ്പിറ്റേഷൻസ്. ക്ലോസ് റീഡിംഗ് ഓൾസോ ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈങ് റിക്കറിംഗ് തീംസ്. ആവർത്തിക്കുന്ന പാറ്റേൺസ്, ആവർത്തിക്കുന്ന തീമുകൾ എന്താണെന്ന് നോട്ട് ചെയ്യണം. മോട്ടിവ്സ്, അതുപോലെ തന്നെ ചില എന്താ പറയുക, സിംബോളിക്കായ സങ്കേതങ്ങൾ. മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീമാറ്റിക് എലമെൻസിനെയാണ് മോട്ടീവ് എന്ന് പറയുന്നത്. മോട്ടീവ്.
and phrases and analyzing how they contribute to the overall message. അതുപോലെ തന്നെ phrases also അതിനെയും നോട്ട് ചെയ്യണം. അതായത് വാക്കുകളുടെ പ്രയോഗം എന്ന് മനസ്സിലാക്കിയാൽ മതി. എങ്ങനെയാണ് ഓവറോൾ മെസ്സേജിനെ ഇതൊക്കെ സ്വാധീനിക്കുന്നത്, എങ്ങനെയാണ് ഒരു ടെക്സ്റ്റിൻ്റെ തീമിനെ സ്വാധീനിക്കുന്നതെന്ന് നോട്ട് ചെയ്യണം. ഈ വസ്തുതകൾ, അതായത് നമ്മൾ പറഞ്ഞ പോലെ തീംസ്, മോട്ടീവ്സ്, പിന്നെ മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ സിംബോളിക്കലി നമ്മൾ എങ്ങനെ ഒരു കഥയെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ചില സങ്കേതങ്ങൾ, സിംബോളിക് സങ്കേതങ്ങളാണ് മോട്ടീവ്സ് എന്ന് പറയുന്നത്. അവ തീമുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ്. അവ നമ്മുടെ കഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമാണ്. മോട്ടീവ് എന്ന് പറയും, മോട്ടീവ്സ്. ചിലപ്പോൾ നമ്മുടെ കഥയുടെ നമ്മൾ നേരിട്ട് പറയാതെ പറയുന്ന ഒരുപാട് സങ്കേതങ്ങൾ കഥയിലുണ്ട്. ഒരുപാട് സന്ദേശം കൊടുക്കുന്ന, ഒരുപാട് വ്യത്യസ്ത കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന കഥയാണെങ്കിൽ, കവിതയാണെങ്കിൽ, പാസേജ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് നിരവധി മോട്ടീവ്സ് നമ്മൾ ഒളിച്ചു വെച്ചിട്ടുണ്ടാവും എഴുത്തുകാരൻ. വായനക്കാരൻ കണ്ടെത്തട്ടെ എന്ന് കരുതി ഇത്തരത്തിൽ നമ്മൾ പ്രതീകങ്ങളെ കണ്ടെത്തുന്നു. ഈ പ്രതീകങ്ങളെയാണ് മോട്ടീവ്സ് എന്ന് പറയുന്നത്. കഥയിലെ പ്രതീകങ്ങൾ പലപ്പോഴും നമ്മെ കഥയുടെ വാച്യാർത്ഥത്തിനപ്പുറത്തേക്കുള്ള ഒരു വ്യംഗ്യാർത്ഥത്തിലേക്ക് നയിക്കുന്നു, ഒരു ഇംപ്ലൈഡ് മീനിങ്ങിലേക്കൊക്കെ നയിക്കുന്നുണ്ട്. കവിതകളുടെ കാര്യത്തിൽ വളരെയധികം ശരിയാട്ടോ ഇത്. കവിതകളിലാണ് കൂടുതൽ നമ്മൾ കാണുന്നത്. കഥകളിൽ ഉണ്ട്. സാധാരണ ടെക്നിക്കൽ എസ്സേസിലൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല ഇത്തരം കാര്യങ്ങൾ. ഇനി ഒരു സമ്മറി പോലെ നമുക്ക് പറയാം. ടു സം അപ്പ്, വെൻ വി read a text closely to critically evaluate it, we must ask these questions. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ, നിരൂപണം നടത്താൻ ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ, റിവ്യൂ ചെയ്യാൻ ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ, നമ്മൾ സിനിമ റിവ്യൂ കേട്ടിട്ടില്ലേ? ഫൈറ്റ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ഫാമിലിക്ക് കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് ലാഗ് ഉണ്ട്, ഫസ്റ്റ് ഹാഫിൽ ഫൈറ്റ് ഉണ്ട്, ഇത് ഹിറ്റാണ്, ഇത് സൂപ്പർ ഹിറ്റാണ് എന്നൊക്കെ നമ്മൾ റിവ്യൂ കേൾക്കാം. ഇത് സംഭവം നമ്മൾ പുസ്തകങ്ങൾ വായിച്ചിട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും? അതാണ് നമ്മൾ ക്ലോസ് റീഡിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയിലൂടെ എസെൻഷ്യലി അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലോസ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധാപൂർവം വായിക്കുക എന്നും നമുക്ക് പറയാം. ഈ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം ക്ലോസ് റീഡിങ്ങിൽ. അപ്പോൾ ക്ലോസ് റീഡിങ്ങിൻ്റെ ആൻസർ, വാട്ട് ഈസ് ക്ലോസ് റീഡിംഗ് എന്ന് ചോദിക്കുമ്പോൾ അത് കുറച്ച് ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ യൂണിറ്റിലെ പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതുക. മനസ്സിലായോ? അങ്ങനെ ആൻസർ വലുതാക്കുക. അതായത് നോട്ട് കിട്ടാത്തവരോട് ഞാൻ പറയുന്നത്, ഇപ്പം എനിക്ക് നോട്ട് തരാനുള്ളൊരു സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നോട്ട് അപ്ലോഡ് ചെയ്യാത്തത്. നോട്ട് പ്രിപ്പയർ ചെയ്യാനും എനിക്ക് സമയം കിട്ടുന്നില്ല. പിന്നെ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട പോയിന്റ് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നതൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. ആ അണ്ടർലൈൻ ചെയ്യുന്ന പോയിന്റ്സ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് നോട്ടായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ തുടക്കം മുതൽ ഈ ക്ലോസ് റീഡിങ് തൊട്ട് ഇങ്ങോട്ട് പേജ് നമ്പർ 47 മുതൽ ഇങ്ങോട്ട് വരുന്ന നോട്ട് മേക്കിംഗ്, അതുപോലെ തന്നെ ഐഡൻറ്റിഫൈങ് ലിറ്റററി ഡിവൈസസ്, എക്സാമിനിങ് ലാംഗ്വേജ് സ്ട്രക്ചേഴ്സ്, കൺസിഡറിങ് കോണ്ടെക്സ്റ്റ്, പാറ്റേൺസ് ആൻഡ് റിപ്പീറ്റേഷൻസ്, പിന്നെ ഈ 4 ചോദ്യങ്ങൾ, ഇതൊക്കെ തന്നെ ക്ലോസ് റീഡിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ യൂണിറ്റ് 1 ഓഫ് മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ ക്ലോസ് റീഡിങ്ങിനെ കുറിച്ച് മാത്രമാണ്. അപ്പോൾ അത് എല്ലാം ഇങ്ങനെ ഓരോ സബ് ഹെഡിങ് കൊടുത്തങ്ങ് എഴുതി വിട്ടാൽ 6 മാർക്കിന് ചോദിച്ചാൽ നമുക്കത് മതി. പിന്നെ ഒരു കാര്യം, എനിക്ക് ഇത്രയും വാരി വലിച്ചൊന്നും എഴുതേണ്ട ആവശ്യമൊന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ പേപ്പറിൽ സ്വാഭാവികമായി അത്രയും എഴുതാനില്ല. നിങ്ങൾ കാര്യം എഴുതുക. മനസ്സിലായോ? എന്താണ് ക്ലോസ് റീഡിംഗ് എന്നുള്ള ഡെഫിനേഷൻ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇനി 6 മാർക്കല്ല എത്ര മാർക്കിന് ചോദിച്ചാലും അറ്റ്ലീസ്റ്റ് യു ഷുഡ് ബി ഏബിൾ ടു ആൻസർ ദ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ക്ലോസ് റീഡിങ്. മനസ്സിലായോ? അത് ഐ എം ജസ്റ്റ് ഗിവിങ് യു എൻ എക്സാമ്പിൾ. ക്ലോസ് റീഡിങ് ഒരു എക്സാമ്പിളായി പറഞ്ഞു എന്നേ ഉള്ളൂ. ബാക്കി ഏത് ചോദിച്ചാലും കൃത്യമായ ആൻസർ നിങ്ങൾ ചെയ്യാൻ പറ്റണം. മറ്റൊരു വീഡിയോ ഉടനെ വരുന്നുണ്ട്. എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും എങ്ങനെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കാമെന്നതിനെക്കുറിച്ചും, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ വിവരിക്കുന്ന ഒരു വീഡിയോ ഉടനെ വരുന്നുണ്ട്. എക്സാം സ്പെഷ്യൽ വീഡിയോ, എൻഡ് സെമസ്റ്റർ എക്സാമിന് മാത്രമായിട്ടുള്ളൊരു വീഡിയോ വരുന്നുണ്ട്, കാണുക. നമുക്ക് ഈ 4 ചോദ്യങ്ങളൊന്ന് നോക്കാം. വാട്ട് എവിഡൻസ് ഓർ സോഴ്സസ് ഇസ് ദി ഓത്തർ യൂസിങ് ടു സപ്പോർട്ട് ദ ക്ലെയിംസ്? ഹൗ റിലയബിൾ ആർ ദേ? എന്ത് സോഴ്സാണ്, അതായത് എവിടെ നിന്നാണ് ഈ എഴുത്തുകാരൻ തൻ്റെ ഈ പാസേജ് എഴുതിയ സമയത്തുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തത്, എവിടെ നിന്ന് അയാൾക്ക് വിവരം കിട്ടിയത്, എത്രത്തോളം റിലയബിൾ ആണ്, എഴുതിയ കാര്യങ്ങൾ എത്രത്തോളം ആശ്രയിക്കാൻ പറ്റുന്നതാണ്, ശരിയാണ് തെറ്റാണ്, ഫാക്ച്വൽ ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ.
ഇസ് ദി ഓഥർ പ്രസൻറ്റിങ് എ ബാലൻസ്ഡ് വ്യൂ? എഴുത്തുകാരൻ, ഈ എഴുതിയ ആൾ ഒരു ബാലൻസ്ഡ് ആയ, അതായത് സന്തുലിതമായ കാഴ്ചപ്പാടാണോ അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പക്ഷപാതമുണ്ടോ? ഈസ് ദർ എ പൊട്ടൻഷ്യൽ ബയാസ്? പക്ഷപാതമുണ്ടോ? ബയാസ് എന്ന് പറഞ്ഞാൽ പക്ഷപാതമാണ്. വാട്ട് ഈസ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് റൈറ്റിംഗ് ദ ടെക്സ്റ്റ്? എന്ത് പശ്ചാത്തലത്തിലാണ് ഈ പുസ്തകം അല്ലെങ്കിൽ ഈ പാസേജ് എഴുതിയത്? സച്ച് ആസ് റൈറ്റേഴ്സ് പ്രെഫറൻസസ് ഓർ എക്സ്പെക്റ്റേഷൻസ്? എഴുത്തുകാരൻ്റെ പ്രെഫറൻസസ് അഥവാ താല്പര്യങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷകൾ, ഇതൊക്കെ എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? ആർ ദർ എനി അതർ പെർസ്പെക്റ്റീവ്സ് ദാറ്റ് ഐ നീഡ് ടു കൺസിഡർ? ഇനി വായനക്കാരനെന്ന നിലയിൽ ഞാൻ മറ്റെന്തെങ്കിലും കാഴ്ചപ്പാടുകൾ ഇതിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ? ഉദാഹരണത്തിന് മറ്റെന്തെങ്കിലും രാഷ്ട്രീയം, മറ്റേതെങ്കിലും കാഴ്ചപ്പാട്, സാഹിത്യത്തിനെ കുറിച്ചുള്ള മറ്റെന്തെങ്കിലും കാഴ്ചപ്പാടുകൾ ഉപയോഗിക്കേണ്ടതുണ്ടോ ഈ പാസേജ് വായിക്കുമ്പോൾ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ക്ലോസ് റീഡിംഗ് നടത്താൻ. 4 കാര്യങ്ങൾ, ലാസ്റ്റ് 4 പറഞ്ഞ 4 കാര്യങ്ങൾ ഓർമ്മിക്കുക. ക്വിക്ക് റിവ്യൂ ആണ്. ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് ഇൻ അബൌട്ട് 100 വേർഡ്സ്. വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ക്ലോസ് റീഡിംഗ്? എന്താണ് ക്ലോസ് റീഡിങ്ങിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്? ഓബ്വിയസ്ലി ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഓഫ് എ ലിറ്റററി ടെക്സ്റ്റ് ആണ് പേർപ്പസ് എന്ന് പറയുന്നത്. അത് പേജ് നമ്പർ 47 നമുക്ക് കാണാൻ സാധിക്കും. The strategy focuses on understanding the nuances of language, structure and meaning to uncover deeper insights. So that is also the function എന്ന് പറയാം. Next, why must one distinguish between fact and opinion in close reading? എന്തിനു വേണ്ടിയാണ് ഫാക്റ്റും ഒപ്പീനിയനും വേർതിരിക്കുന്നത്? പേജ് നമ്പർ 46 ഉത്തരമുണ്ട്. How is the consideration of the text helpful while reading a text? How is the consideration of context helpful in reading the text? പേജ് നമ്പർ 50 ലാസ്റ്റ് പാർട്ടിൽ ഉത്തരവുണ്ട്. എങ്ങനെയാണ് കോണ്ടെക്സ്റ്റ് സഹായിക്കുന്നത് മീനിങ് മനസ്സിലാക്കാൻ? അപ്പോൾ ഇത് 100 വേർഡ്സ് എഴുതണ്ടേ, ആകെ 4 വേർഡേ അവിടെ കാണുന്നുള്ളല്ലോ എന്ന് വിചാരിക്കരുത്. ഈ 100 വേർഡ് എഴുതുമ്പോൾ നിങ്ങൾ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ക്ലോസ് റീഡിംഗ് എന്ന് പറഞ്ഞിട്ട്. വാട്ട് ഇസ് ക്ലോസ് റീഡിംഗ് എന്നുള്ള ഡെഫിനേഷൻ എല്ലാത്തിനും ഒരുമിച്ച് ഉപയോഗിച്ചാൽ മതി. അത് പഠിച്ചു വെക്കുക. എന്നിട്ട് ലാസ്റ്റ് കൺസിഡറിങ് കോണ്ടെക്സ്റ്റ് എഴുതുക. അപ്പം അത്യാവശ്യം സൈസ് ഉണ്ടാവും. പിന്നെ സൈസ് ഡസൻറ്റ് മാറ്റർ, ആൻസർ മാറ്റേഴ്സ്. ദാറ്റ് ഈസ് ദ motto of this particular paper, AEC. Size അല്ല പ്രശ്നം. എന്താണ്? Not by size that we get qualified. It is by the way we answer the question. നമ്മുടെ ആൻസർ എത്രത്തോളം ഫോക്കസ്ഡ് ആണ്, നമ്മുടെ ആൻസർ എത്രത്തോളം ആക്യുറേറ്റ് ആണ്, അതിലാണ് കാര്യം ഇരിക്കുന്നത്. കാരണം ഈ ടെക്സ്റ്റ് നമുക്കറിയാമല്ലോ, അത്രേ അതിൻ്റെ അകത്ത് വായിക്കാനുള്ളൂ. ഈ ടെക്സ്റ്റിൽ നമുക്കറിയാമല്ലോ വളരെ കുറച്ച് മാത്രമേ വായിക്കാനുള്ളൂ, എഴുതാൻ അത്രയും തന്നെ ഉള്ളൂ. സോ ആൻസർ ആക്യുറേറ്റ് ആകുക എന്നുള്ളതാണ് പ്രധാനം. നെക്സ്റ്റ്, ഇറ്റ്സ് എ ഡിസ്ക്രൈബ് ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് എ സിറ്റുവേഷൻ ഇൻ യുവർ എവറിഡേ ലൈഫ് where you can apply close reading skills. റിയൽ ലൈഫിൽ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാം? 1-2 ഉദാഹരണം പറയാം, അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയാം, ഒറ്റ ഉദാഹരണം. ഇൻ യുവർ കോളേജ് പ്രോബബ്ലി, അല്ലേ? ക്ലോസ് റീഡിംഗ് ഇൻ യുവർ കോളേജ്. ഇനി ആൻസർ ക്വസ്റ്റ്യൻ ഇസ് 200 വേർഡ്സ്. ക്ഷമിക്കുക, തൊണ്ടയിൽ എന്തോ കയറിപ്പോയി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ സ്ട്രാറ്റജീസ് ഓഫ് ക്ലോസ് റീഡിംഗ്. ക്ലോസ് റീഡിങ്ങിൻ്റെ സ്ട്രാറ്റജീസ് പറയാം. എവിടെയുള്ള? പേജ് നമ്പർ 47. ബി, ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് annotating and questioning in close reading. How do these strategies contribute to a deeper analysis of the text? Annotating and questioning. Annotating എന്ന് പറഞ്ഞാൽ പാസേജിൻ്റെ അകത്ത് നിന്ന് സെൻറ്റൻസസിനെ പിക്ക് ചെയ്യുക, അതേപടി കോപ്പി ചെയ്ത് ഉപയോഗിക്കുക. അനോട്ടേറ്റിംഗ്, കൊട്ടേഷൻ മാർക്കിൽ ഉപയോഗിക്കുന്നതിനാണ് അനോട്ടേറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ അനോട്ടേറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ കോണ്ടെക്സ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു പ്രത്യേക സെൻറ്റൻസ് എടുത്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അനലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് ബേസിക്കലി അനോട്ടേറ്റിംഗ്. ക്വസ്റ്റ്യനിങ്, അത് ഇന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുക. ഒരു പ്രത്യേക ആശയം നമ്മൾ വായിച്ചാൽ അതിൻ്റെ റെലവൻസ് എന്താണ്, എഴുത്തുകാരൻ എന്തുകൊണ്ട് അങ്ങനെ എഴുതി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുക. ഹൗ ഡു ദി സ്ട്രാറ്റജീസ് കൺട്രിബ്യൂട്ട് ടു എ ഡീപ്പർ അനാലിസിസ് ഓഫ് ദ ടെക്സ്റ്റ്? എങ്ങനെയാണ് ഈ സ്ട്രാറ്റജീസ് ടെക്സ്റ്റിൻ്റെ ആഴത്തിലുള്ള തിരിച്ചറിവ്, ആഴത്തിലുള്ള മനസ്സിലാക്കലിന്, ആഴത്തിലുള്ള ഒരു വിശകലനത്തിന് സഹായിക്കുന്നത്? അത് നമ്മൾ എഴുതേണ്ടത് ഈ
ലിറ്റററി ഡിവൈസസിനെ കുറിച്ച് പറഞ്ഞ ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ ലാംഗ്വേജ് സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ പറഞ്ഞ ഭാഗത്ത് കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്. അതായത് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഓഥേഴ്സ് ചോയ്സ് ഓഫ് വേർഡ്സ്. വി നീഡ് ടു പേ അറ്റൻഷൻ ടു ദി ഓഥേഴ്സ് ചോയ്സ് ഓഫ് വേർഡ്സ്. അതാണ് ഇതിൻ്റെ ഉത്തരം. ഓഥറിൻ്റെ എഴുത്തുകാരൻ്റെ ചോയ്സ്, എങ്ങനെയാണ് അദ്ദേഹം വാക്കുകളെ സെലക്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താവും, നമുക്ക് ക്ലിയർ ആവും, നമുക്ക് ആഴത്തിൽ പോകാൻ സാധിക്കും, എന്താ അദ്ദേഹം ഉദ്ദേശിച്ചതെന്നുള്ള ക്ലിയർ മീനിങ് കിട്ടും, അത് ക്ലിയർ ആവും. പിന്നെ വി ക്യാൻ ഗോ ഡീപ്പർ ഇൻ ടു ദ മീനിങ് ഓഫ് ദ ടെക്സ്റ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ യൂണിറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. യൂണിറ്റ് 2 അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. വീഡിയോ കുറച്ച് ലെങ്തിയാണ്, ബട്ട് ഐ ഹോപ്പ് ഇറ്റ് ഹെൽപ്ഡ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർ പ്രത്യേകം നന്നായി ഒരുങ്ങുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ ഗ്രേറ്റ് ടൈം. എന്തെങ്കിലും സംശയങ്ങൾ ഈ മേഖലയിൽ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് രൂപത്തിൽ നിർബന്ധമായും രേഖപ്പെടുത്തുക. പ്രത്യേകിച്ച് ഈ യൂണിറ്റിൽ സംശയങ്ങൾ എന്തെങ്കിലും രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ വായിക്കാൻ സാധ്യത ഇല്ലാത്തവർക്ക്, വായിക്കാൻ പറ്റാത്തവർക്ക്, ഏതെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ട് വായന സാധിക്കാത്തവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരെയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. കൂടുതലായും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, ലേണിംഗ് ഡിസബിലിറ്റി കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അവരെ നിങ്ങൾ ഇത് അയച്ചു കൊടുക്കുക. പഠിക്കാൻ സാധിക്കാത്തവർക്ക്, ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടവർക്ക്, അധ്യയന വർഷം നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് അയച്ചു കൊടുക്കുക, അവരുപയോഗിക്കട്ടെ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോ. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ പരീക്ഷയുടെ അടുത്ത് ലൈവ് സെഷൻസ് ഉണ്ടാവും, റിവിഷൻ ക്ലാസ്സുകൾ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അത് ലഭ്യമാകൂ എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. ഹാവ് എ വണ്ടർഫുൾ ടൈം. ബൈ.